നമ്മുടെ പിതാക്കന്മാരിങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത്. പെന്തക്കോസ്തിന്റെ അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റി എന്ന വെളിപ്പെടുത്തൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന കോരിയിട്ടു. എങ്ങനെയുണ്ട് ഇവന്മാരുടെയൊക്കെ ഇരട്ടത്താപ്പ്? ഇതാണ് പറയുന്നത്, ഹിപ്പോക്രസിയുടെ തലതൊട്ടപ്പന്മാരാണ് പെന്തക്കോസ്ത് പാസ്റ്റർമാർ. പത്തനംതിട്ട ജില്ലയിൽ ഒരു പാസ്റ്റർ മകളുടെ കല്യാണത്തിന് 39,000 രൂപയുടെ ഫ്രോക്കാ. അതൊക്കെ കുറവാ സാറേ. ഇപ്പം അല്ല, ഞാൻ പറയുന്നത് 15 വർഷം മുമ്പുള്ള കല്യാണത്തിന്റെ കാര്യം. കെ സി ജോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഈ ജോബി ഹലുവ? ആഭരണം ഇട്ടാൽ നിങ്ങൾ ആക്സിഡന്റ് വന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞു എന്നെ ഭയപ്പെടുത്തി എന്റെ ഓർണമെന്റ്സ് എല്ലാം ഊരിപ്പിച്ചു. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു തേർഡ് റൈറ്റ് കൾട്ടാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ആഭരണത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ പുതിയ നിയമത്തിലും പരാമർശിക്കുന്നുണ്ട്. ഈ ഫിന്നിയും ജോബി ഹലുവയൊക്കെ വെറും ഒരു സാമ്പിളാണ്. ഇതേപോലെയുള്ള ഒട്ടനവധി ചെന്നായകൾ പെന്തക്കോസ്ത് വിശ്വാസികൾ ആഭരണം ധരിക്കരുതെന്നുള്ള നമ്മളുടെ കേരളക്കരയിലെ പഠിപ്പിക്കൽ അത് ശരിയായിട്ടുള്ളതല്ല, ബിബ്ലിക്കലല്ല എന്നത് പറഞ്ഞ കെ സി ജോണിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ പോകുന്നതും ചീത്ത വിളിക്കാൻ പോകുന്നതും കേരളത്തിലെ പെന്തക്കോസ്തുകാരോ പാസ്റ്റർമാരോ ആയിരിക്കുമെന്ന് ഞാൻ ഓൾറെഡി ഇതിനു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അവസാനം കെ സി ജോണിന് തന്നെ മറ്റൊരു വീഡിയോയിലൂടെ വന്നിട്ട് ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടി അല്ല പറഞ്ഞത്, ആഭരണവർജനം എന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന രീതിയിലൊക്കെ പറയേണ്ട ഗതികേടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും പ്രമുഖരായിട്ടുള്ള ചില പാസ്റ്റർമാർ എങ്ങനെയാണ് കെ സി ജോണിൻ്റെ ആ ഒരു പ്രതികരണത്തിനോട് പ്രതികരിച്ചത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യമായിട്ട് ദൈവത്തിൻ്റെ പ്രിയദാസൻ ഫിന്നിയാണ്. ഫിന്നിയോട് ദൈവം നേരിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അപ്പോൾ ആഭരണ വർജനത്തിനെ കുറിച്ച് എന്താണ് ഫിന്നിക്ക് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഒത്തിരി വിഷമിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. അച്ചോടാ പാവം, ഒത്തിരി വിഷമിച്ചാ ഇന്നലെ എൻ്റെ കുഞ്ഞ് ഉറങ്ങാൻ കിടന്ന്. എന്താ ഫിന്നിക്കുട്ട പറ കേക്കട്ടെ. പെന്തക്കോസ്തിന്റെ അപ്പച്ചന്മാർക്ക് അബദ്ധം പറ്റി എന്ന തരത്തിലുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരു വലിയ ആസ്തിത്വ ബോധത്തിന്റെ ഒരു നഷ്ടമാകുന്ന വേദന എനിക്ക് തോന്നി. ഒരു മലയാളി പെന്തക്കോസ്തുകാരൻ എന്ന് പറയുമ്പോൾ ലോകത്തിലെ മറ്റ് ഒരു ഭാഗത്തും ഇല്ലാത്തവണ്ണം വേദപുസ്തക ഉപദേശങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മലയാളി പെന്തക്കോസ്തുകാരൻ എന്ന ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അതിൻ്റെ ഐഡന്റിറ്റി ആയിട്ട് മലയാളി പെന്തക്കോസ്തുകാരൻ എന്ന് പറയുന്നത് അല്പം വ്യത്യസ്തതയുള്ള പെന്തക്കോസ്തുകാരനാണ് എന്നൊക്കെ പറയുന്നത് ഒരഭിമാനമായി ഞാൻ കരുതിയിരുന്നു. അത് ഒരു തെറ്റിദ്ധാരണയാണ് ഫിന്നി. നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവളകളെന്ന് പറയാറുണ്ടല്ലോ, ആ ഒരു കിണറ്റിൽ കിടക്കുമ്പോൾ തവള വിചാരിക്കും ഇതാണ് ലോകം, ഈ ലോകത്തിലെ രാജാവ് ഞാനാണെന്ന്. അതേപോലെ ഒരു പൊട്ടക്കിണറ്റിലെ തവള മാത്രമാണ് ഫിന്നി. അതുകൊണ്ട് തന്നെയാണ് ഫിന്നി വിചാരിക്കുന്നത് ബൈബിളിനെ ഇത്രയധികം ഇഴകീറി പരിശോധിച്ച് പഠിച്ച് അതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകൾ മലയാളികളാണെന്ന്. പക്ഷെ പ്രശ്നം എന്താ, ഇപ്പോൾ വളരെ പ്രസിദ്ധരാകുന്ന ദൈവദാസന്മാർ വന്നിട്ട് പറയുന്നു നമ്മുടെ അപ്പച്ചന്മാർക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു വേദന. ഞാൻ ഈ ഊറ്റം കൊണ്ട് അഭിമാനിച്ച പെന്തക്കോസ്ത് തീരാൻ പോകുന്നു. ഇനി പെന്തക്കോസ്ത് ഇല്ല കേട്ടോ. വലിയ വലിയ നേതാക്കന്മാർ പറയുന്നു ഇതൊക്കെ അപ്പച്ചന്മാർക്ക് പറ്റിയ തെറ്റാണ്, അതൊക്കെ ഇനി തിരുത്താൻ ചിലരൊക്കെ റെഡിയാകുമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കം ശരിക്കും വന്നില്ല. ഒന്ന് ചരിഞ്ഞു കിടന്ന് നോക്കാൻ വയ്യായിരുന്നു. ചിലപ്പോൾ നമ്മൾക്ക് ഈ പൊസിഷനൊക്കെ മാറി കിടക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ സാധ്യതയുണ്ട്. പെന്തക്കോസ്തിന്റെ അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റി എന്ന വെളിപ്പെടുത്തൽ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന കോരിയിട്ടു. അതുകൊണ്ട് തന്നെ കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. രാത്രിയിൽ എന്നോടപ്പ ഒന്ന് മിണ്ടണേ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? കർത്താവേ, ഇനിയും ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാനല്ലാതെ പഴയ പെന്തക്കോസ്ത് ആരും കാണുകയില്ലല്ലോ, എല്ലാവരും ഒരു വഴിക്ക് അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ മാത്രം ഇനിയും ശേഷിക്കുമല്ലോ എന്ന ഒരു വേദന. അപ്പ അങ്ങനെയാണോ, എനിക്കും തെറ്റുപറ്റിയോ അപ്പ എന്ന് ചോദിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. അപ്പ എന്നോട് മിണ്ടണമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം മിണ്ടിയോ? അപ്പന്റെ സ്വഭാവം, അപ്പൻ മിണ്ടുന്ന അപ്പനാ കേട്ടോ. പേശും കടവുൾ. ഇന്നലെ രാത്രിയിലും അപ്പൻ മിണ്ടി. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത്, നീ പറയുന്നത് പോലെ എല്ലാ പെന്തക്കോസ്തുകാരും അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് പോയിട്ടൊന്നുമില്ല. ഒരു സ്വപ്നം കണ്ടു, ചില പെന്തക്കോസ്ത് നേതാക്കന്മാരെ കണ്ടു. അവർ വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ അപ്പച്ചന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല. രണ്ടാമത്, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കാണുന്നത് കേൾക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ഒരു ശബ്ദമാണ്. അപ്പം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ. എന്തായാലും എനിക്ക് ഫിന്നിയോട് പറയാനുള്ളത്, ഫിന്നി ഈ എയുടെ എന്തെങ്കിലും സഹായത്തോടു കൂടി
ഈ ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം സംസാരിച്ച ശബ്ദമുണ്ടല്ലോ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് കേൾപ്പിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഞാനും ഒത്തിരി സ്വപ്നമൊക്കെ കാണുന്നൊരു വ്യക്തിയാണ്. ഞാനിങ്ങനെ പല ശബ്ദങ്ങളുമൊക്കെ കേൾക്കാറുണ്ട്. ഇനി ഇൻ കേസ് ദൈവം എൻ്റെ അടുക്കെ സംസാരിച്ചിട്ട് ശബ്ദം അറിയാത്തത് കൊണ്ട് എനിക്ക് ദൈവമാണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലോ അത് ദൈവത്തിനൊരു നാണക്കേടായി പോകത്തില്ലേ? ചേട്ടാ, ഞാൻ ഇത്രയും ലോകവും അഖിലാണ്ട മണ്ഡലമൊക്കെ സൃഷ്ടിച്ചൊരുക്കിയിട്ട് എൻ്റെ സൃഷ്ടിയായ താണ്ടി അരുൺ ഞാൻ സംസാരിച്ചിട്ട് അവൻ കേൾക്കുന്ന പോലും ഇല്ല, എന്നെ മനസ്സിലാക്കുന്ന പോലും ഇല്ലെന്ന് പുള്ളിക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിൽ പരം നാണക്കേടുണ്ടോ? അപ്പം എന്നെപ്പോലുള്ള മറ്റാളുകളും ഈ ദൈവത്തിനൊരു നാണക്കേട് വരുത്താതിരിക്കാനായിട്ട് ആ ഒരു സഹായം ഫിന്ന് ചെയ്താൽ ഉപകാരമാകും. ആ ദൈവത്തിൻ്റെ ആ ഒരു ശബ്ദമുണ്ടല്ലോ, അത് AI ഉപയോഗിച്ചൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മളെ കേൾപ്പിക്കുകയാണെങ്കിൽ ദൈവം വന്ന് സംസാരിക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനും പുള്ളിക്കാരനോട് തിരിച്ച് സംസാരിക്കാനും ഒക്കെ നമുക്കും പറ്റും. ഫിന്നിയെ പോലെ എന്തായാലും ഫിന്നിയോട് സ്വപ്നത്തിൽ പറഞ്ഞ ദൈവം വാക്ക് പാലിച്ചിട്ടുണ്ട്. സ്വപ്ന സാക്ഷാത്കാരമായിട്ട് നമ്മുടെ ജോബി ഹലുവാജി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹലുവാജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പെന്തക്കോസ്റ്റ് സംഘടനകളിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് IPC എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അതിലേറ്റവും മിടുക്കന്മാരായ ശുശ്രൂഷകന്മാരിൽ എടുത്തു പറയത്തക്ക ഒരു വ്യക്തിയാണ് പാസ്റ്റർ KC ജോൺ. അദ്ദേഹം നടത്തിയ പരാമർശം പണ്ട് പെന്തക്കോസ്റ്റുകാർ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന നിലയിലാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ അവർ ആഭരണത്തോട് കാണിച്ച സമീപനം മോശമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഏതടിസ്ഥാനത്തിലാണെന്ന് KC പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ചു തരാം. അപ്പോസ്തലിക ഉപദേശത്തിലൊന്നും ഇതില്ലല്ലോ. ആഭരണം ഒരു വിഷയമല്ല. പത്രോസ് ആഭരണം ഊരിച്ചെന്ന് പറയുന്നില്ലല്ലോ, ഒരിടത്തും പറയുന്നില്ല. ആകെ ഇവര് പറയുന്ന വെള്ളി പൊന്ന് മുതലായ കഴിഞ്ഞ 3 ദിവസത്തെ അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമാണ്, ഒരു വാക്യമാണ്. അങ്ങനത്തെ വാക്യമൊക്കെ എടുത്ത് സ്ഥാപിക്കുന്നു. ആഭരണം ഉപയോഗിക്കരുതെന്ന് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും കൽപ്പനയുണ്ടോ? ജോർജ് ഓറിസ് റൈസായി ചൂടി. ഇത്ര നാൾക്ക് അറിയത്തില്ലല്ലേ, ഇസ്രായേൽ മക്കൾ അവിടെ മുതൽ ആഭരണം ധരിച്ചില്ല. പറഞ്ഞു നിർത്തിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു, എവിടെയെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ പുതിയ നിയമത്തിൽ നിന്ന്? കേട്ടല്ലോ ഹലുവാജി, ഇനിയും ഹലുവാജിക്ക് എന്താണ് പറയാനുള്ളത്? പാസ്റ്റർ KC ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഉപദേശ രൂപേണ ഇക്കാര്യം പറഞ്ഞിട്ടില്ല എന്ന്, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന വ്യക്തതയുള്ളത് കൊണ്ടായിരിക്കാം പുതിയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പാസ്റ്റർ KC അവർ പറഞ്ഞത്. ഈ കാര്യമാണ് ഞാൻ വ്യക്തമായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. ഈ പെന്തക്കോസ്തുകാർക്ക് പൊതുവിൽ അംഗീകരിച്ച ഒരു ഡോക്ടറിനോ എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ദൈവവിശ്വാസം എന്ന് ഒരു ഐഡിയ ഇല്ല. കുറേ ആളുകൾ പറയും നമുക്ക് പുതിയ നിയമം മാത്രം മതി, വേറെ കുറേ പേര് പറയും നമുക്ക് പുതിയ നിയമവും പഴയ നിയമവും വേണം. എന്തായാലും പൊതുവിൽ ഇവരെ തന്നെ വിളിക്കാറുള്ളത് ഞങ്ങൾ പുതിയ നിയമ സഭയാണെന്നാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അവർക്ക് പോലും ധാരണയില്ല. ആരൊക്കെയോ പറഞ്ഞു കേട്ടു, അത് തന്നെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചു പോകുന്നു. എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം. ഹലുവാജി, കണ്ടിന്യൂ. ആഭരണത്തെ കുറിച്ച് വളരെ കൃത്യമായ കാര്യങ്ങൾ പുതിയ നിയമത്തിലും പരാമർശിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിച്ചു കേൾപ്പിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ വിനയത്തോടും വിവേകത്തോടും കൂടെ ഉചിതമായ വിധം വസ്ത്രധാരണം ചെയ്ത് നടക്കണമെന്ന് ഞാൻ ഉപദേശിക്കുന്നു. പിന്നിയ മുടിയോ സ്വർണമോ രത്നങ്ങളോ വിലയേറിയ ഉടയാടകളോ അണിഞ്ഞ് തങ്ങളെ തന്നെ അലങ്കരിക്കരുത്. അല്ല ഹലുവേ, ഇതെവിടുന്നാണ് ഈ ഒരു ബൈബിൾ വചനം? ഞാൻ വായിച്ച വേദപുസ്തകത്തിൽ ഇങ്ങനെ അല്ലല്ലോ ഈ സാധനം പറഞ്ഞിരിക്കുന്നത്. ഇനി ഹലുവ തന്നെത്താൻ ഒരു ബൈബിൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? കാരണം ഞാൻ വായിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും പെന്തക്കോസ്തുകാരുടെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം എന്താണ് അവരുടെ ദൈവവിശ്വാസം എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഇനിയും പുതിയ വല്ല ബൈബിള് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാലും ഇത് എവിടുന്നാണ് ഹലുവാജിക്ക് കിട്ടിയത്? ഏത് ബൈബിളാണ്? POC ബൈബിൾ, കാത്തലിക് ബൈബിൾ. POC ബൈബിൾ, അതായത് കത്തോലിക്കക്കാരുടെ ബൈബിൾ. ഇപ്പം എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ ഹലുവ സത്യത്തിൽ പെന്തക്കോസ്തുകാരനാണോ കത്തോലിക്കനാണോ? പെന്തക്കോസ്തുകാർ സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളാണ്. ഇവിടെ ഇപ്പോൾ ഹലുവ എടുത്തു വെച്ച് പ്രസംഗിക്കുന്നത് കത്തോലിക്ക ബൈബിളും. ഇതെങ്ങനെ ശരിയാകും? ഹലുവയോടാണ് എനിക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഹലുവ പിന്തുടരുന്നത് 66 പുസ്തകമുള്ള പ്രൊട്ടസ്റ്റന്റ് ബൈബിളാണോ അതോ 73 പുസ്തകമുള്ള POC ബൈബിളാണോ? ഇത്രയും നാളത്തെ ചർച്ച നമ്മൾ പുതിയ നിയമം മാത്രം അനുസരിച്ചാൽ മതിയോ അതോ പുതിയ നിയമവും പഴയ നിയമവും അനുസരിച്ചാൽ മതിയോ എന്നായിരുന്നു. ഇത്രയും കൺഫ്യൂഷൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് പുതിയ കൺഫ്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുവാണോ എൻ്റെ ഹലുവയെ നിങ്ങൾ? അതോ ഇനിയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസവും അവരുടെ ബൈബിളും തെറ്റാണ്, നമ്മൾ പിന്തുടരേണ്ടത് കത്തോലിക്ക ബൈബിളും കത്തോലിക്ക വിശ്വാസവുമാണെന്ന് പുതിയൊരു പഠിപ്പീരുമെല്ലാം ആണോ ജോബി ഹലുവ ഇനിയും മുന്നോട്ട് വെക്കുന്നത്?
ഇങ്ങനെ നാണം കെട്ട പാസ്റ്റർമാർ, ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഹിപ്പോക്രസിയുടെ കാര്യത്തിൽ പെന്തക്കോസ്ത് പാസ്റ്റർമാരെ വെല്ലാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്നുള്ളത്. എന്താണ് അവരുടെ ബൈബിള് പറയുന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ ദൈവം പറഞ്ഞിട്ടുള്ളതോ ഒന്നും ഇവർക്കൊരു വിഷയമേ അല്ല. ഇവർ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, കുറേ വിശ്വാസം ഇവർ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുണ്ട് ഇവരുടേതായ രീതിയിൽ. അതിന് സൂട്ടാകുന്നത് എവിടെ കാണുന്നോ അതിനെ വലിച്ച് ഇവിടെ കൊണ്ടുവരും. ഇനിയിപ്പം ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇതേപോലെയുള്ള ഹലുവ പാസ്റ്റർമാരോട് പറയുവാണ്, ഹലുവ കുട്ട നീ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പണി നോക്കാൻ പറയും ഇവർ ദൈവത്തിനോട്. മൂലഭാഷയായ ഗ്രീക്കിൽ പോലും എഴുതിയിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടും നമ്മളുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ കാണുന്ന കൂട്ടാണ്. പക്ഷേ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിനെ എടുത്തു വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ ആവരണ വർജനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുള്ളിയുടെ ചിന്താഗതിയെ എവിടെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ബൈബിളിലെ സാധനം വലിച്ചിങ്ങെടുക്കും. ഇതാണ് പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെ സ്ഥിരം പരിപാടി. പിന്നെ നമ്മുടെ ജോബി ഹലുവയും ഫിന്നിയും ഒക്കെ എപ്പോഴും സംസാരിക്കാറുള്ള ഇങ്ങനെയുള്ള വിവരം കെട്ട വിശ്വാസങ്ങളൊക്കെ എന്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പിന്തുടരണമെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പിതാക്കന്മാർ പഠിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ ഹലുവാക്കുട്ടൻ വാചാലനാകുന്നതുകൊണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കർത്താവിന്റെ വചനത്തിന്റെ വ്യാപനത്തിന് ദൈവം നൽകിയിരിക്കുന്ന സോഷ്യൽ മീഡിയ, അതിനുവേണ്ടി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ സൗകര്യങ്ങൾ, ഇവകൾ മുഴുവൻ ഉപയോഗിച്ച് ദൈവസഭയുടെ വേരുമാന്തുകയാണ്. ഇയാളത് 916 ഊളയാണോ അതോ ഊളയായിട്ട് അഭിനയിക്കുകയാണോ എന്നാണ് എനിക്ക് അറിയാത്തത്. പിതാക്കന്മാർ പറയുന്നതിനെ അണുവിട തെറ്റാതെ അനുസരിക്കുന്ന ആൾക്കാർ പറയുകയാണ് സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന്. ഏത് പിതാക്കന്മാർ ആഭരണത്തിനേക്കാൾ പേടിച്ചുകൊണ്ടിരുന്ന ഇൻ്റർനെറ്റിനെയൊക്കെയാണ്. WWW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 666 ആണെന്നും ഇൻ്റർനെറ്റ് കണ്ടില്ലേ, വെബ്സൈറ്റ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ സാത്താൻ്റെ വലയം, അങ്ങനെയാണ് പിതാക്കന്മാരൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ പിതാക്കന്മാരുടെ പഠനത്തിനെ എല്ലാം കാറ്റിപ്പറത്തിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പാസ്റ്ററായിട്ടിരിക്കുകയാണ് ഇവന്മാരെല്ലാം. പക്ഷേ ആഭരണം മാത്രം പിതാക്കന്മാർ പഠിപ്പിച്ചത് നമ്മൾ പിന്തുടരണം. എങ്ങനെയുണ്ട് ഇവന്മാരുടെയൊക്കെ ഇരട്ടത്താപ്പ്? ഇതാണ് പറയുന്നത് ഹിപ്പോക്രസിയുടെ തലതൊട്ടപ്പന്മാരാണ് പെന്തക്കോസ്ത് പാസ്റ്റർമാർ. പിന്നീട് ഇതിന് ശേഷവും എവിടുന്നൊക്കെയോ ബൈബിളിൽ നിന്ന് കോണ്ടെക്സ്റ്റിൽ നിന്നൊക്കെ എടുത്ത് അടർത്തി മാറ്റിക്കൊണ്ട് വാതോരാതെ എന്തൊക്കെയോ വളവള പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരനാണ് എൻ്റെ ഏതോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കോണ്ടെക്സ്റ്റിൽ നിന്ന് അടർത്തി മാറ്റി ചെറിപ്പിക്ക് ചെയ്താണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നത്. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ശാപം എന്ന് തന്നെ പറയണം ഇവരെ പോലെയുള്ള ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത, സ്വന്തം വിശ്വാസത്തിനോട് യാതൊരുവിധ നീതിയും പുലർത്താത്ത നാണം കെട്ട പാസ്റ്റർമാർ. പഴയ നിയമം ഇസ്രായേലിൻ്റെ വിശ്വാസ പ്രമാണമാണെന്ന് സെലക്റ്റീവ്ലി സംസാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ എൻ്റെ പൊട്ട വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പഴയ നിയമം വേണം. അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് ഒന്നും നോക്കാതെ ഞാൻ അടർത്തി എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വിവരക്കേടിന് സൂട്ടാകുന്ന സാധനങ്ങൾ ഞാൻ പറയും എന്ന രീതിയിൽ പുള്ളി കുറേ വാചകങ്ങൾ അതിനകത്ത് അടിക്കുന്നുണ്ട്. അതെല്ലാം KC ജോൺ ഓൾറെഡി ആ പഴയ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതിവിടെ വാലിഡേ അല്ല, പുതിയ നിയമമാണ് നമുക്ക് വാലിഡ്. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിനെ ന്യായീകരിക്കാനാണ് POC പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. പിന്നെ എനിക്കുള്ളൊരു സംശയം, ഈ KC ജോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് ഈ ജോബി ഹലുവ? എന്ത് ബൈബിൾ പാണ്ഡിത്യമാണ് ഇങ്ങേർക്കുള്ളത്? തന്നെത്താനെ ഞാൻ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഘോരഘോരം ശബ്ദത്തിൽ സംസാരിക്കുന്നതാണോ പാണ്ഡിത്യമെങ്കിൽ ചിലപ്പോൾ പണ്ഡിതനായിരിക്കും. ഈ ഫിന്നിയും ജോബി ഹലുവയൊക്കെ വെറും ഒരു സാമ്പിളാണ്. ഇതേപോലെയുള്ള ഒട്ടനവധി ചെന്നായകൾ ചുറ്റും നിന്ന് ഓരിയിട്ടിട്ട് ആ പാവം മനുഷ്യനെ കൊണ്ട് പറഞ്ഞതെല്ലാം തിരുത്തി പറയിച്ചിട്ടുണ്ട്. സിയാറ്റിലുള്ള ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്ന ഫിലദൽഫിയ സഭയായിരുന്നു. ആ ലോക്കൽ സഭയുടെ ചുമതലയിലായിരുന്നു ബൈബിൾ കോളേജ്. അവിടെയാണ് സ്നാനപ്പെടുന്നവർ ആഭരണം ഉപേക്ഷിക്കണമെന്നുള്ള നമ്മുടെ നാട്ടിലെ IPCയിലെ പഠനത്തിൽ വ്യത്യസ്തമായിട്ട് ആ ബൈബിൾ കോളേജിലെ ടീച്ചേഴ്സും അവിടുത്തെ സഭയും പഠിപ്പിച്ചിരുന്നത് സ്നാനപ്പെട്ടാൽ മതി, ആഭരണം അതുമായിട്ട് ബന്ധമില്ല, അതിന് ആഭരണം നീക്കണം എന്നൊരു ഉപദേശം അവിടെ ഇല്ല. ഞാൻ തിരക്കിയപ്പോൾ അമേരിക്കയിലുള്ള മിക്ക സഭകളിലും വളരെ ചുരുക്കം സഭയിലെ കാണത്തുള്ളൂ സ്നാനപ്പെടുമ്പോൾ ആഭരണം ഊരണമെന്നുള്ള ഉപദേശം. അമേരിക്കക്കാരുടെ വെള്ളക്കാരുടെ സഭകളിൽ അതായിട്ട് എനിക്കറിയത്തില്ല. പഠനം അവിടെ വെച്ച് 1970 ആണ്ടിൽ അവിടെ പഠിച്ച് 72 ആണ്ടിൽ മടങ്ങി വന്ന് കർത്താവിൻ്റെ വേല കേരളത്തിൽ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ പിതാവുമായിട്ട് സംസാരിച്ചു. പിതാവിനോട് പറഞ്ഞു, അമേരിക്കയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ആഭരണം ഊരണമെന്നില്ല. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാ, IPCയിലെ പാസ്റ്റർമാരായ PM ഫിലിപ്പ്, TG ഉമ്മൻ, പാസ്റ്റർ KE എബ്രഹാം എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ നീ പഠിപ്പിച്ചാൽ മതി. സാഹിബന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറയണ്ട. അങ്ങനെ ഞാൻ ആ ചിന്തയിലേക്ക് വന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി ആഭരണ നിഷേധം നമ്മുടെ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിഷ്ഠ എടുക്കുകയാണ്, ഇനി എനിക്ക് ആഭരണം വേണ്ട, അലങ്കാരങ്ങൾ വേണ്ട എന്നെടുക്കുന്ന പ്രതിഷ്ഠയുടെ ഭാഗമാണ് ആഭരണം ഉപേക്ഷിക്കുന്നത്.
അതുകൊണ്ട് ഞാനും അത് തന്നെയാണ് പഠിപ്പിച്ചത്. എത്ര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും സീനിയറായിട്ടുള്ള, ഇത്രയും പഠിപ്പും വിവരമുള്ള ജോബി ഹൽവയെ പോലെ സ്വയം പ്രഖ്യാപിത പണ്ഡിതനല്ല, കൃത്യമായ ബൈബിൾ കോളേജുകളിൽ പോയി ഡിഗ്രീസ് എടുത്തിട്ട് വന്ന ആളാണ് ഈ കെ സി ജോണിനെ പോലുള്ളവർ. അത്രയും അറിവും വിവരവും ലോകവും കണ്ട ആൾക്കാർ, ഈ പൊട്ടക്കിണറ്റിലെ തവളകളല്ല, ലോകവും കണ്ട ആൾക്കാർ. യഥാർത്ഥ ജീവിതം എന്താണെന്നും എങ്ങനെയാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായ ബോധ്യമുള്ള വ്യക്തികൾ ഇതേപോലെ സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ളൊരു വ്യക്തിയാണ് കെ സി ജോൺ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ പോലും ഇത്രയും ബാക്ക്ലാഷ് നേരിടുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടനവധി സ്ത്രീകൾ ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ആഭരണം ഉപയോഗിക്കാത്തത് കൊണ്ട് അവർ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള കെ സി ജോൺ ഇത് സംസാരിച്ചിട്ട് ഇത്രയും ബാക്ക്ലാഷ് വരികയും പറഞ്ഞ കാര്യം തിരുത്തി പറയേണ്ട ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവരെ പോലെ വെറും സാധാരണ വിശ്വാസികൾ, എടുത്തു പറയുകയാണെങ്കിൽ സ്ത്രീകൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാലും ചോദ്യം ചെയ്താലും എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അവർ നേരിടുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കി കാണേണ്ട ഒരു കാര്യം, പുള്ളിക്ക് വായി തോന്നിയൊരു കാര്യം സംസാരിക്കുകയല്ലായിരുന്നു. പുതിയ നിയമത്തിൽ എവിടെയും അതിനെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. അതുമാത്രമല്ലാതെ സുപ്രസിദ്ധമായ ബൈബിൾ കോളേജുകളിൽ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ കൃത്യമായിട്ടും ബിബ്ലിക്കൽ കൂടിയല്ല ഈ ഒരു കാര്യം എന്ന തിരിച്ചറിവിൽ നിന്നാണ് പുള്ളിക്കാരൻ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള, പഠിപ്പും വിവരമുള്ള വ്യക്തി സംസാരിച്ചിട്ട് കൂടി അയാൾക്ക് ഈ ഗതി നേരിടുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ ധരിക്കാൻ എന്താ ബുദ്ധിമുട്ട്, ജസ്റ്റ് അങ്ങ് ധരിച്ചാൽ പോരെ. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തായിരിക്കുമെന്നത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു തേർഡ് റൈറ്റ് കൾട്ടാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. ഇവരുടെ ഈ അന്ധമായിട്ടുള്ള പൊട്ട വിശ്വാസങ്ങളെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ ആക്രമിക്കുന്ന പോലെ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്താതെ ഇവർക്ക് യാതൊരുവിധ സമാധാനവുമില്ല. ഇവിടെ പബ്ലിക്കിലായിട്ട് സംസാരിച്ചിട്ടുള്ള 2 പാസ്റ്റർമാരെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഫിന്നിയും ജോബി ഹൽവയും. ഫിന്നിക്ക് ഈ കാര്യത്തിനെ ബൈബിൾ വെച്ച് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ധാരണയുള്ളതുകൊണ്ട് ദൈവത്തിനെ മുന്നിലോട്ടിറക്കി. പുള്ളി പറയുന്നത് ദൈവത്തിനോട് സംസാരിച്ചു, ദൈവം നേരിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ഫിന്നിമോനെ, നീ വിശ്വസിക്കുന്നതാണ് ശരി. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികൾ കണ്ണും പൂട്ടി ഫിന്നിയെ വിശ്വസിച്ചോണം. ബൈബിളാണോ ദൈവമാണോ നിങ്ങൾക്ക് വലുതെന്നൊരു ചോദ്യം വരും. ദൈവം എന്നോട് നേരിട്ട് പറഞ്ഞു, അതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊരു ചോദ്യം വരും. ഈ ദൈവം സംസാരിച്ചോ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാവോ? ആർക്കെങ്കിലും ഫാക്ട് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫിന്നി പറഞ്ഞു, വിശ്വസിച്ചോണം. രണ്ടാമതായിട്ട് ജോബി ഹൽവ സ്വന്തം അന്ധവിശ്വാസത്തിനെ ന്യായീകരിക്കാൻ പുള്ളി നോക്കിയപ്പോൾ പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലൊന്നും കിട്ടുന്നില്ല. എന്നാൽ പിന്നെ ഇരിക്കട്ടെ POC ബൈബിളിൽ നിന്ന് ഒരെണ്ണം എടുത്തു വെച്ച് കാച്ചിയേക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എങ്ങും ഇല്ലാത്ത, മൂലഭാഷയെ പോലും ഇല്ലാത്ത കുറേ സാധനങ്ങൾ. ഇതാണ് 99% പെന്തക്കോസ്തൽ പാസ്റ്റർമാരും ചെയ്യുന്നത്. അവർക്ക് ബൈബിളിൽ എന്ത് പറഞ്ഞോ, ദൈവം എന്ത് പറഞ്ഞോ എന്നുള്ളതൊന്നും വിഷയമല്ല. അവർക്ക് കുറേ അന്ധവിശ്വാസമുണ്ട്, അതങ്ങനെ പിന്തുടരണം. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്വന്തം വിശ്വാസത്തിലൊന്നും ഇല്ലെങ്കിൽ അപ്പുറത്തവൻ്റെ കട്ടുകൊണ്ട് വന്നിട്ട് സംസാരിക്കാനും ഒരു നാണവുമില്ല. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാനൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യവുമായിരുന്നു അത്. കാരണം ഹല്ലേലൂയ സാംകുട്ടിയുടെ ചാനലിൽ കൂടെയായിരുന്നു കെ സി ജോൺ ഈ ആഭരണ വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ഈ സാംകുട്ടിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് കെ സി ജോണിനെ സപ്പോർട്ട് ചെയ്തിനിയും സംസാരിക്കുമെന്ന്. പക്ഷേ എന്തായാലും സാംകുട്ടി വ്യക്തമായിട്ടും കെ സി ജോണിനെ സപ്പോർട്ട് ചെയ്ത് തന്നെ ഇത് ബിബ്ലിക്കൽ അല്ല എന്ന രീതിയിൽ റസൽ എന്നൊരു IPC വിശ്വാസിയോടും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണഗതിയിൽ ഈ പാസ്റ്റർ ഗുണ്ടമാരുടെ മുമ്പിൽ പെട്ടുപോകുന്ന പാസ്റ്റർമാരെ, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പാസ്റ്റർമാരും മുന്നിലേക്ക് വരാറില്ല. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും സാംകുട്ടി ആ ഒരു കാര്യത്തിൽ നല്ലൊരു മാതൃകയാണ് കാണിച്ചത്. കേരളത്തിൽ ഒരു 3 കോടി IPC-ക്കാർ കാണും. അല്ല 3 കോടിയില്ല, 3 ലക്ഷം. ഈ 3 ലക്ഷം പേര് മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ. അതായത് ഇവർ മാത്രമാണ് വിശുദ്ധന്മാര്. അല്ല, ഈ ആഭരണത്തിന്റെ പ്രശ്നം പറഞ്ഞ് കളിക്കുന്നവരൊക്കെ എന്തെല്ലാം രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ്. അല്ല, സഭയ്ക്കകത്ത് പരസ്പരം സഭ 2 തട്ടിലായി നിൽക്കുന്നു, 2 ഇലക്ഷൻ നടത്തുന്നു, 2 കൗൺസിൽ ഉണ്ടാക്കുന്നു, പരസ്പരം പോര് വിളിച്ച് ഈ കേരളത്തിലെ കോടതികളിൽ തൊട്ട് ആന്ധ്രയിലെ കോടതിയിൽ തൊട്ട് അങ്ങ് സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്ന ഒരു സമൂഹമാണ് ഈ ഒരു ആഭരണത്തിന്റെ പേര് പറഞ്ഞ് പിന്നെ ഇത്ര വലിയ ബഹളം ഉണ്ടാക്കുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് വെള്ള വസ്ത്രം ധരിച്ച് ഈ കുമ്പളങ്ങ പോലെ മൊത്തം മീശം പഠിച്ചു കഴിഞ്ഞാൽ പോലെ കുമ്പളങ്ങ ദേശം പഠിച്ചു കഴിഞ്ഞ് വെള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധനായി എന്ത് തെമ്മാടിത്തരം കാണിക്കാം. ഇവർ രണ്ടുപേരുടെ വളരെ നല്ല രീതിയിൽ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാരുടെയൊക്കെ ഹിപ്പോക്രസി എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ റസൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നല്ല ബോധവും വിവരമുള്ള ഒരു മനുഷ്യനാണ്. കാരണം പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയം, സാഹിത്യപരമായ കാര്യങ്ങൾ പാപമാണെന്ന് പറഞ്ഞ് വിലക്കി എന്ത് വലിയ വിഡ്ഢിത്തരമാണ് പെന്തക്കോസ്ത് സമൂഹം നമ്മുടെ ചെറുപ്പക്കാരോടും അതിലെ വിശ്വാസികളോടും കാണിച്ചതെന്നൊരു കാര്യത്തിൽ ഈ പുള്ളിക്കാരൻ മുൻപ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ബോധവും വിവരമുള്ള മനുഷ്യനാണ്. ഇവരെ പോലുള്ളവരൊക്കെ പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ട് ഈ ചെന്നായ്ക്കൾ വന്നിട്ട്
ഇവരെ കടിച്ചു കീറി നശിപ്പിച്ച് കളയും. പക്ഷേ പുള്ളിയെപ്പോലുള്ള ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, നല്ല ബോധവും വിവരവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അവരുടേതായ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യും. വളരെ വളരെ ചുരുക്കം ആൾക്കാരെ ഇങ്ങനെ പെന്തക്കോസ്ത് സമൂഹത്തിനകത്തുള്ളൂ. ഇനി ഈ ആഭരണത്തിനെയും സ്വർണത്തിനെയൊക്കെ പാപമായി കാണുന്നവരുടെ ലക്ഷറിയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട്. ഇനി അത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, 49,000 ചുരിദാർ ആഗ്രയിൽ നിന്ന് മേടിച്ചാൽ എനിക്കറിയാം, വിശ്വാസി, ഒരു വിശ്വാസി. പത്തനംതിട്ട ജില്ലയിൽ ഒരു പാസ്റ്റർ മകളുടെ കല്യാണത്തിന് 39,000 രൂപയുടെ ഫ്രോക്കാ. അതൊക്കെ കുറവാ സാറേ. ഇപ്പം അല്ല, അതിനൊക്കെ ഞാൻ പറയുന്നത് 15 വർഷം മുമ്പുള്ള കല്യാണത്തിന് കാര്യമാണ്. ഞാൻ ആ കല്യാണത്തിൽ പങ്കെടുത്തതാണ്. ഈ നമ്മുടെ നാട്ടിൽ ഈ സൽവാർ കമ്മീസ് പഞ്ചാബിൽ നിന്ന് വന്നത്, സൽവാർ കമ്മീസ് വന്ന കാലത്ത് ഈ പെമ്പിള്ളാർ വല്ലതും സൽവാർ കമ്മീസ് ഇട്ടാൽ ഈ പാന്റ് പോലെ ഇങ്ങനെ തോളെ കൊണ്ട് അത് തന്നെ സൽവാർ കമ്മീസ് എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ ഈ ചുരിദാറിന്റെ ആദ്യ രൂപം. അപ്പം അത് ഈ സൽവാർ കമ്മീസ് ആദ്യമൊക്കെ നമ്മുടെ സഭകളിൽ അനുവദിക്കത്തില്ലായിരുന്നു. എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പെമ്പിള്ളാരെ മാത്രമാണ് ഈ കാര്യത്തിലെല്ലാം ശല്യപ്പെടുത്തുന്നത്, സ്ത്രീകളെ മാത്രമാണ്. ഞാൻ മുൻപിലത്തെ ഒരു വീഡിയോയിൽ ഈ പെന്തക്കോസ്തുകാരുടെ കോമഡി പാവങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പുതുതായിട്ട് എന്ത് വന്നാലും ഇവർക്ക് പേടിയാണ്. ആൻഡ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. അത് വ്യക്തമായിട്ട് ഇവരിവിടെ സംസാരിക്കുന്നുണ്ട്. എന്നെ പോലെ പുറത്തുനിന്ന് ഒരു അവിശ്വാസിയല്ല സംസാരിക്കുന്നത്, ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. അല്ല, ഞാൻ ചോട്ടെ വേറെ കാര്യം, നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഈ സ്വർണ്ണ കണ്ണട വെക്കാം, നമുക്ക് സ്വർണ്ണ കണ്ണട വെക്കാവുന്ന, സ്വർണ്ണ പല്ല് വെക്കാവോ, സ്വർണ്ണ വാച്ചോ, അത് റോളക്സിന്റെ മറ്റേ റാഡോയുടെ ഒക്കെ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷത്തിന്റെ വാച്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വാച്ചുകൾ കെട്ടുന്നതും സ്വർണ്ണ ബട്ടൺസുകൾ ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ സാരിയില് സ്വർണം പോലത്തെ ഒരു സാധനം കുത്തി വെക്കുന്നത് ഉണ്ട്. സാമൂഹ്യ 13 കോടിയുടെ വീടാകാവോ സാമൂഹ്യ നമുക്ക്? നമ്മൾ സ്വർണ്ണവും ആഭരണവും ഒന്നും ഉപയോഗിക്കരുത്. പക്ഷേ നമുക്ക് റോളക്സ് ആകാം, റാഡോ ആകാം, ബെൻസ് ആകാം, BMW ആകാം, ഓഡി ആകാം, റോൾസ് റോയ്സ് ആകാം, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു മാലയോ കമ്മലോ ഇട്ട് കഴിഞ്ഞാൽ ദൈവം അന്നേരം പിണങ്ങിക്കളയും, സ്വർഗത്തിലെ സീറ്റ് കട്ട് ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഒരു പട്ടാള മേജർ ഓഫീസർ കാശ്മീരിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വാഗ്ദാനത്തിൽ വന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന് മകളുണ്ട്. അവിടെ ജനിച്ച മകളാണ്. പ്രായപൂർത്തിയായപ്പോൾ നാട്ടിലെത്തി, റിട്ടയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഈ കൊച്ചിന് ഒരു സ്വർണ്ണ കാപ്പുണ്ടായിരുന്നു കയ്യിൽ, സ്വർണ്ണക്കാല്. അപ്പോൾ സഭ 2 തട്ടിലായി. കാരണം ഒരു കൂട്ടർ പറഞ്ഞു ആ തിരുവത്താഴം കൊടുക്കാൻ പാടില്ല, ഒരു കൂട്ടർ പറഞ്ഞു തിരുവത്താഴം കൊടുത്തു. വടക്കേന് ജനിച്ച കുട്ടിയല്ലേ, ഒരു സ്വർണ്ണ കാപ്പിട്ടൊന്നും കുഴപ്പമില്ല. ഇവർ തർക്കമായപ്പോൾ ഇദ്ദേഹം വലിയ മിടുക്കനായ മനുഷ്യർ, പട്ടാളത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ സ്ഥാനം വഹിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ പേരും ഈ കാപ്പിൻ്റെ പേരിൽ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നത്, അത് ഞാൻ സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഈ കാപ്പ് കൊണ്ടുവന്ന് വാഗ്ദാനത്തുകൊണ്ടുവന്നൊരു സ്വർണ്ണപ്പണിക്കാരനായി കൊടുത്തിട്ട് പറഞ്ഞു ഇതൊരു വാച്ചിൻ്റെ ചെയിൻ ആക്കി തരാൻ പറഞ്ഞു. അവനത് കണ്ടിച്ച് മുറിച്ച് നല്ല ഒന്നൊരു ചെയിൻ ആക്കി കൊടുത്തു. പുള്ളി കോട്ടയത്ത് വന്നൊരു വാച്ചും കൂടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ സ്വർണ്ണ കാപ്പ് സ്വർണ്ണ ചെയിനായി, അത് സ്വർണ്ണ വാച്ചായി. പിറ്റേന്ന് ചെന്നപ്പോൾ കാപ്പ് വാച്ചായി കിടക്കുന്നു. ആർക്കും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കപടമായ ഒരു ആത്മീയത നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നത്. IPCയുടെ തമിഴ്നാട് റീജിയൻ, ആന്ധ്ര റീജിയൻ അല്ലെങ്കിൽ മറ്റെല്ലാ സ്റ്റേറ്റിലും ആളുകൾ ആഭരണം ഇടുന്നവരാണ്. അവരാണ് ഒന്നിച്ച് കുമ്പനാട് വന്ന് നമ്മൾ ഒന്നിച്ച് അവരുടെ കൂടെ തിരുവത്താഴം കഴിക്കുക, ഒരു ബുദ്ധിമുട്ടുമില്ല. IPCയുടെ ജനറൽ പ്രസിഡന്റ് ആയിരുന്ന പാസ്റ്റർ പരംജ്യോതി കുവൈറ്റിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് വന്നപ്പോൾ 8 പവന്റെ ഒരു മാല, ആ മാലയുടെ അറ്റത്തൊരു കുരിശ് ഉണ്ടായിരുന്നെന്ന് അത് കണ്ട ഒരാൾ കൃത്യമായിട്ട് എന്നോട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതേപോലുള്ള യാഥാർത്ഥ്യങ്ങൾ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പെന്തക്കോസ്തുകാരെ കരിവാരി തേക്കുന്നേ, നാണം കെടുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. ഉള്ളിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല കാര്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം എന്നേക്കാൾ വളരെ നന്നായിട്ട് ഇതിനുള്ളിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇവരെ പോലുള്ളവർക്ക് സാധിക്കും. എൻ്റെ പൊന്നു പെന്തക്കോസ്ത് വിശ്വാസികളെ, നിങ്ങൾ ഈ KC ജോണിനെ പോലെ പഠിപ്പും വിവരവും ലോകപരിചയവും ലോകവും കണ്ടിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നത് വെറുതെ കേട്ട് വിശ്വസിക്കേണ്ട. അദ്ദേഹം എന്തു പറയുന്നു അത് ബൈബിൾ എടുത്തു വെച്ച് നോക്കിയിട്ട് ശരിയോ തെറ്റോ എന്ന് വിശകലനം ചെയ്തിട്ട് സ്വയമേ ജീവിതത്തിലൊന്ന് പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുക. ഈ വിവരദോഷികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർക്ക് തോന്നുന്ന കുറേ വിശ്വാസങ്ങൾ നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് വിട്ടിട്ട് എന്താണ് ഇവർ പറയുന്നത്, ആ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവർ പറയുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണോ, അതിന് ബൈബിളിൻ്റെയൊക്കെ തെളിവുകളോടുകൂടിയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ഈ വിവരം കെട്ട നിങ്ങളെ എന്നും അടിമക്കുഞ്ഞാടുകളെ പോലെ നയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ ബോധവും വിവരമുള്ളവർ പറയുന്നത് കേൾക്കുക, അതൊന്ന് വിശകലനം ചെയ്യുക. പണ്ടേ ആരോ എന്തോ പറഞ്ഞു, അങ്ങനെ വിശ്വാസമായി, അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി, അതിനെ ചോദ്യം ചെയ്യാതെ ഇന്നും പിന്തുടരുകയാണെങ്കിൽ അതിൻ്റെ പേര് ദൈവവിശ്വാസമെന്നല്ല, അന്ധവിശ്വാസമെന്നാണ്. ഇനി വേറൊരു വ്യക്തിയും ആഭരണധാരണവുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. എൻ്റെ പേര് ഹേമലത സൈജു. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാനസികമായി തകർന്നിരുന്ന ഒരു സമയത്ത് ഞാൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ പോയതാണ്. അപ്പോഴും ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നു. ഇനി കർത്താവിൽ സമാധാനം കിട്ടും എന്ന് ആഗ്രഹിച്ച് ചെന്നതാണ്. പക്ഷേ
എന്നെ ഭയപ്പെടുത്തി എൻ്റെ ഓർണമെന്റ്സ് എല്ലാം ഇവർ ഊരിപ്പിക്കുകയായിരുന്നു. ആഭരണം ഇട്ടാൽ നിങ്ങൾ ആക്സിഡന്റ് വന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി എൻ്റെ ഓർണമെന്റ്സ് എല്ലാം ഊരിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സോട് ഊരിയതൊന്നുമല്ല. പക്ഷെ ഞാൻ അതിനുശേഷം മാനസികമായിട്ട് ഞാൻ തകരാൻ തുടങ്ങി. അതിനുള്ള കാരണമെന്ന് വെച്ചാൽ ആഭരണം ഊരി കഴിഞ്ഞപ്പോഴേ എൻ്റെ ബന്ധുക്കളാകട്ടെ, എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ എൻ്റെ ബന്ധുക്കൾ ആരും എന്നെ ഒന്നിനും കൂട്ടാതായി. അവർ എന്നെ എല്ലായിടത്തും എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അവരുടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ അവിടെ വിശേഷ ദിവസങ്ങളിലൊന്നും എന്നെ അവർ വിളിക്കില്ല, എന്നെ അവരൊന്നിനും സഹകരിപ്പിക്കത്തില്ല. ഇതൊക്കെ കൊണ്ട് ഞാൻ മാനസികമായിട്ട് വളരെ തകരാൻ തുടങ്ങി. കാര്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിൽ നിന്ന്, എൻ്റെ സമൂഹത്തിൽ നിന്ന്, എൻ്റെ ബന്ധുക്കളിൽ നിന്നെല്ലാം ഞാൻ ഒറ്റപ്പെട്ട്, ഞാൻ ആരും ഈ ഭൂമിയുടെ മുകളിൽ എനിക്ക് ആരും ഇല്ലാതെ ആയ ഒരവസ്ഥ. ഞാൻ എല്ലായിടത്തും ഒറ്റപ്പെട്ടു ഇതിൻ്റെ പേരിൽ. അങ്ങനെ ഞാൻ മാനസികമായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോകാനിടയായി. അങ്ങനെ ഏകദേശം പിന്നെ എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് ചാടണം എന്നായി. എനിക്ക് ഈ സമൂഹത്തോട് തന്നെ എനിക്കൊരു വെറുപ്പായി. കർത്താവിൻ്റെ പേരിൽ ഇതെല്ലാം സഹിച്ച് ജീവിച്ചാൽ മതി, കർത്താവ് അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഉപദേശം തരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളിൽ ഒരു ഇഷ്ടമില്ലായ്മ. കാരണം കർത്താവിനെ ഇഷ്ടമുണ്ട്, പക്ഷെ കർത്താവിനെ അല്ല ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്. കുറെ കർത്താവിനെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കർത്താവിനെ അല്ല ഞാൻ സന്തോഷിപ്പിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം എനിക്ക് എന്ന് ബോധ്യമായി തുടങ്ങി. അപ്പം മുതൽ എനിക്ക് സമൂഹത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഏകദേശം ഒരു 10-30 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൽ ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് പറഞ്ഞ് ഞാൻ പുറത്താവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് വളരെ സന്തോഷത്തോട് സമാധാനത്തോട് ഞാൻ ജീവിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ബന്ധനം, ആ ഒരു കെട്ടപ്പെട്ട അവസ്ഥയായിരുന്നു, അതിൽ നിന്നൊക്കെ ഞാൻ മാറി. ഞാൻ മനസ്സുകൊണ്ട് ഒട്ടും സന്തോഷമായിട്ടല്ല ആ ഒരു സമൂഹത്തിൽ ഏകദേശം 10-30 വർഷം ജീവിച്ചത്. എനിക്ക് പണ്ട് മുതലേ അതിൽ നിന്ന് പുറത്തിറങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഭയപ്പെടുത്തി ഇട്ടിരിക്കുമായിരുന്നു ഇവർ ഈ സമൂഹത്തിൽ. ഇതിൽ നിന്ന് പുറത്ത് ചാടിയാൽ പ്രശ്നങ്ങളുണ്ടാവും, തലമുറയ്ക്ക് പ്രശ്നം വരും, എൻ്റെ കുടുംബത്തിന് പ്രശ്നം വരും, ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇട്ടിരുന്നതുകൊണ്ട് ഈ ഭയപ്പാടിൽ ഞാൻ ഇതിലങ്ങ് കിടന്നുപോയി. പക്ഷെ പിന്നീട് ഞാൻ എന്തോ ഒരു ദൈവമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നന്മ കൊണ്ടായിരിക്കാം, എൻ്റെ ദൈവം എന്തായാലും എന്നെ അതിൽ നിന്ന്, ഞാൻ ദൈവം എന്ന് പറഞ്ഞൊരു ശക്തിയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന പോലുള്ള ഒരു ഇതിലല്ല ഞാനിപ്പോൾ എൻ്റെ വിശ്വാസം. എന്തായാലും പുറത്ത് ചാടി അന്നു മുതൽ ഞാൻ ഇതുവരെ ഇപ്പോൾ സന്തോഷമുണ്ട്, എനിക്ക് സമാധാനമുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. എനിക്ക് ഒരു പ്രശ്നവും അതിൽ നിന്ന് പുറത്ത് ചാടിയതിൻ്റെ പേരിൽ എനിക്കുണ്ടായില്ല. ഇവർ പറഞ്ഞ ഉപദേശപ്രകാരം ഇതിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടാവും, നമ്മുടെ തലമുറയ്ക്ക് പ്രശ്നം ഉണ്ടാവും, നമ്മളെ ദൈവം അടിക്കും, അങ്ങനെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇന്നുവരെ ഞാനിപ്പോൾ ഏകദേശം 3-4 വർഷമായി ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഇന്നുവരെയും എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും എൻ്റെ ശരീരത്തിനും മനസ്സിനും ഇന്ന് സന്തോഷവും സമാധാനവും മാത്രമേ ഞാൻ അനുഭവിക്കുന്നുള്ളൂ. വളരെ ഹാപ്പിയാണ് ഞാൻ. ഈ പെന്തക്കോസ്തുകാരെപ്പോഴും പറയാറുള്ള യഥാർത്ഥ ദൈവസ്നേഹം, ആ യഥാർത്ഥ ദൈവസ്നേഹത്തിലൂടെ കിട്ടുന്ന സമാധാനം, ദൈവീക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പെന്തക്കോസ്ത് വിശ്വാസം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ വിരട്ടലും വിലപേശലും കേട്ടല്ലോ. നിങ്ങൾ ഈ വിശ്വാസം, സത്യദൈവ വിശ്വാസം അറിഞ്ഞതിന് ശേഷം ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ, സത്യദൈവ വിശ്വാസം എന്നത് പെന്തക്കോസ്ത് വിശ്വാസമാണ്. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പുള്ളിക്കാരി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട്, സത്യം അറിഞ്ഞിട്ട് വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവം പിടിക്കും, കടിക്കും, 10 തലമുറയോട് കണക്ക് ചോദിക്കും, നിങ്ങൾ വണ്ടി ഇടിച്ച് മരിച്ചു പോകും എന്ന് വേണ്ട ഒരു മനുഷ്യനെ വിരട്ടി പേടിപ്പിച്ചാണ് ഈ ഒരു വിശ്വാസത്തിൽ നിർത്തുന്നത്. ഇതിൽ നിന്നൊക്കെ വിട്ടുപോകുക എന്ന് പറയുന്നത് അത്ര സിമ്പിളല്ല. ഇതുകൊണ്ട് തന്നെയാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്, ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് കൾട്ട്. എന്തായാലും വിശ്വാസികളാണ് ചിന്തിക്കേണ്ടത്, ഇതേപോലെയുള്ള പല പഠിപ്പീരുകളും ശരിയാണോ, യഥാർത്ഥത്തിൽ ബിബ്ലിക്കലാണോ, ദൈവം പറഞ്ഞിട്ടാണോ, അതോ ഇനിയും പാസ്റ്റർ തോന്നിയത് പറയുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്.